പിണറായി വിജയൻ ശൈലി മാറ്റുമോ അതോ പിണറായി വിജയനെ തന്നെ മാറ്റുമോ എന്ന ചോദ്യം സീതാറാം യെച്ചൂരിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞില്ല. ഇല്ല എന്നും ഉണ്ട് എന്ന്. പൊതുവെ CPM-ന്റെ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് പിണറായി വിജയനുമേൽ യെച്ചൂരിക്ക് വലിയ സ്വാധീനമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ആകെ ഭരണമുള്ള ഒരു സംസ്ഥാനത്താണ്, വരുമാനമുള്ളത് ഒരു സംസ്ഥാനത്താണ്. അതുകൊണ്ട് യെച്ചൂരിക്ക് ചായ കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യണമെങ്കിൽ അതിന്റെ പണം കേരള സ്റ്റേറ്റ് കമ്മിറ്റി കൊടുക്കണം, അത് പിണറായി വിജയൻ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ കയറി പറയില്ല. ഈ തെരഞ്ഞെടുപ്പ് പക്ഷേ വേറൊരു വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. യഥാർത്ഥത്തിൽ പാർട്ടിക്ക് ദേശീയ പദവി നഷ്ടപ്പെടുമോ എന്നൊരു ചർച്ച തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്നു. ഞാൻ കണക്കാക്കുന്നത് പാർട്ടിക്ക് ദേശീയ പദവി നഷ്ടപ്പെടണം എന്നാഗ്രഹിച്ചത് മോഡിയല്ല, കോൺഗ്രസ്സുകാരല്ല, യഥാർത്ഥത്തിൽ പിണറായി വിജയനാണ്. കാരണം ഇതൊരു സംസ്ഥാന പാർട്ടി മാത്രമായി നിന്നാൽ അതിന്റെ മുഴുവൻ നിയന്ത്രണവും പിണറായി വിജയൻ കിട്ടും. പിന്നെ ഈ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് എന്ത് പണി? മുസ്ലിം ലീഗിന്റെ മാരിയ. മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റിന് കീഴിലാണ് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും പറയുക, അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് പറയുക അഖിലേന്ത്യാ പ്രസിഡന്റിനെ മാറ്റിയത്. അപ്പോൾ അതിനർത്ഥം എന്താ? അവരുടെ സ്വാധീന മേഖല ഇത് മാത്രമാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആയിരിക്കും കേരള CPM സംസ്ഥാന കമ്മിറ്റിയേക്കാൾ പവറുള്ളൂ. ഏതാണ്ട് പാലമല്ലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ സംഘർഷം ഉണ്ടെന്നുള്ളത് രണ്ടാമത്തെ, അത് വേറെ വിഷയം. അപ്പൊ ഏതായാലും പിണറായി വിജയനെ മാറ്റുമോ എന്ന ചോദ്യത്തിന് യെച്ചൂരി മറുപടി പറയാതെ എന്നതിന് പിന്നിൽ ഒരു കാര്യം, അത് ഈ പാർട്ടിയുടെ ദേശീയ പദവി. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. പക്ഷെ ഇന്ത്യക്ക് കേരളത്തിന് പുറത്ത് 21ാമത്തെ ഒരു സീറ്റിലേക്ക് പിണറായി വിജയൻ പോയില്ല എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തു. എന്തുകൊണ്ട് പോയില്ല? ഇന്ത്യയിൽ ഒരിടത്തും ഈ പാർട്ടി ജയിക്കണമെന്ന്, മറ്റൊരിടത്തും ജയിക്കണമെന്ന് പിണറായി വിജയൻ ആഗ്രഹമില്ല. അവർ ജയിക്കുന്നവരെല്ലാം കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി ജയിക്കുന്നവരാണ്. നോക്കൂ, തമിഴ്നാട്ടിലെ തെരഞ്ഞെടുക്കപ്പെട്ട MP-യോട് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണോ എന്ന് അയാൾ നോക്കില്ല, അയാൾ ചെവിട്ടത്തടിക്കും. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിളിക്കാൻ. രാജസ്ഥാനിലെ സിക്കറിൽ 35,000 വോട്ട് മാത്രം ഉണ്ടായിരുന്ന CPM-ന് 4 ലക്ഷം വോട്ട്, 4.25 ലക്ഷം വോട്ട് ഉണ്ടായിരുന്ന കോൺഗ്രസ് സ്വന്തം സീറ്റ് വിട്ടുകൊടുത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചു. അപ്പൊ എല്ലാവരും വിചാരിച്ചത് എന്തോ CPM ആയിട്ട് കോൺഗ്രസ്സുകാർ കുറച്ച് നന്നായി അല്ല. അങ്ങനെയല്ല, അതിന്റെ പിന്നിൽ വലിയൊരു രാഷ്ട്രീയ കളിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3ാമത്തെ സംസ്ഥാനത്തു കൂടി ഒരു MP-യെ കിട്ടിയത് കൊണ്ടാണ് അടുത്ത 10 വർഷത്തേക്ക് CPM-ന് സംസ്ഥാന പദവി നഷ്ടപ്പെടാതിരിക്കുന്നത്. ആ 3ാമത്തെ സംസ്ഥാനം രാജസ്ഥാനാണ്. ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിട്ട് പോലും കിട്ടിയില്ല, ബീഹാറിൽ കിട്ടിയില്ല, പിന്നെ തമിഴ്നാട്ടിൽ മാത്രമാണ് കിട്ടിയത്, തെലങ്കാനയിൽ കിട്ടിയില്ല, പാർട്ടി മത്സരിച്ച സ്ഥലങ്ങളൊന്നും കിട്ടിയില്ല. രാജസ്ഥാനിൽ സീറ്റ് കിട്ടി. അത് രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്, അല്ലെങ്കിൽ ഒരു അണ്ടർഹാൻഡ് ഡീലിംഗ് ഉണ്ടായി. എന്താ കാര്യം? ഇത് അഖിലേന്ത്യാ പാർട്ടി ആയിരുന്നാൽ മാത്രമേ യെച്ചൂരിക്ക് വിലയുള്ളൂ, അല്ലെങ്കിൽ യെച്ചൂരി പറഞ്ഞാൽ പറയില്ല. മാത്രമല്ല, ഇപ്പൊ നോക്കൂ, ഇപ്പോഴത്തെ CPM-ന്റെ 4 പാർലമെന്റ് അംഗങ്ങൾ CPM-നുണ്ട്, 2 പേർ CPI-ക്കും ഉണ്ട്. CPI-ML 1-2 പേരുണ്ട്, 2-3 പേരുണ്ട്. ഈ 4 CPM മെമ്പർമാരിൽ ഒരാൾ മാത്രമേ പിണറായി വിജയൻ പറഞ്ഞാൽ കേൾക്കുള്ളൂ. ബാക്കി 3 പേർ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ കേൾക്കുന്നവരാ, യെച്ചൂരി പറഞ്ഞാൽ കേൾക്കുന്നവരാ. കാരണം അല്ലെങ്കിൽ അവരെ മടി പോകും. അപ്പോ നാളെ രാഹുൽ ഗാന്ധിക്കെതിരായി പാർലമെന്റിൽ സംസാരിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഈ MP-മാർ പറ്റില്ല എന്ന് പറയുന്നു. അവിടെയാണ് യെച്ചൂരി കടന്നു പിടിച്ചത്. മാത്രവുമല്ല, ഇപ്പോ ഒരു സ്റ്റേറ്റ് പാർട്ടിയും ഒരു അഖിലേന്ത്യാ പാർട്ടിയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം ചിഹ്നവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ കേരളത്തിൽ CPM അംഗീകൃത പാർട്ടിയാണ്, ഒരുപക്ഷെ തമിഴ്നാട്ടിലുമാവും. അങ്ങനെ വന്നാൽ 3ാമത്തെ 4ാമത്തെ സംസ്ഥാനത്തിലെ സംസ്ഥാന പാർട്ടികൾക്കുള്ള ഒരു കുഴപ്പം, അവരുടെ ചിഹ്നം കൊടുക്കാൻ അവരുടെ സംസ്ഥാനത്തെ അതിന് വകുപ്പുള്ളൂ. മറ്റൊരു സ്ഥലത്ത്, ഉദാഹരണത്തിന് ബംഗാളിൽ നാളെ CPM-ന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കണമെങ്കിൽ ദേശീയ പാർട്ടി അല്ല എങ്കിൽ കേരള പാർട്ടിയുടെ സർട്ടിഫിക്കറ്റ് വേണം. കേരള പാർട്ടി എഴുതണം, ഇങ്ങനെ അരിവാൾ ചുറ്റിക നക്ഷത്രം ഇന്നതിൽ മത്സരിക്കുന്ന ഇന്നയാൾ ഞങ്ങളുടെ പാർട്ടിക്കാരനാണെന്നും അയാൾ കൊടുക്കണമെന്നും ഇലക്ഷൻ കമ്മീഷന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് ഇത്ര സമയത്തിനകത്ത് അറിയിച്ചില്ല എങ്കിൽ അവിടെ ചിഹ്നം കിട്ടില്ല. മാത്രമല്ല, ഏതെങ്കിലും ഒരു വിദ്വാൻ, ഒരു വട്ടൻ, എനിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം വേണം എന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്തു എന്ന് വയ്ക്കുക, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന മറ്റൊരാളുണ്ടാവും ബംഗാൾ. ഇതാണ് പ്രശ്നം. അപ്പൊ അഖിലേന്ത്യാ സെക്രട്ടറി, അഖിലേന്ത്യാ പാർട്ടി ആയാൽ ഈ കത്ത് കൊടുക്കേണ്ടത് പിണറായി വിജയനല്ല,
അഖിലേന്ത്യാ സെക്രട്ടറി. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും CPM ചിഹ്നം കിട്ടണമെങ്കിൽ അതത് സംസ്ഥാനത്ത് ഒരാളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അഖിലേന്ത്യാ സെക്രട്ടറി കത്ത് കൊടുക്കും, അഖിലേന്ത്യാ നേതൃത്വം കത്ത് കൊടുക്കും. ഞാനിത് പറയാൻ കാരണം, ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാത്ത ഒരു ശരീരഭാഷ ഇത്തവണ യെച്ചൂരിക്ക് ഉണ്ടായി എന്നതാണ് ഈ ചോദ്യത്തോട് അദ്ദേഹത്തിന്റെ പ്രതികരണം കാണിക്കുന്നത്. മുമ്പ് ഒരിക്കലും ഇല്ലാത്ത ശരീരഭാഷ. പക്ഷേ പാർട്ടിക്കകത്ത്, ഇപ്പോൾ കേരളത്തിലെ പാർട്ടിക്കകത്ത് ഒരു VS അച്യുതാനന്ദനും പിണറായി വിജയനും പോലെ ഒരു എതിർധ്രുവം ഉണ്ടാക്കാൻ ഇപ്പോൾ യെച്ചൂരിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ ദീർഘകാലം കൊണ്ട് നമ്മുടെ ചരിത്രം അതാണ്. ആദ്യം നായനാരും VS-ഉം, പിന്നെ VS-ഉം പിണറായി, അങ്ങനെ അങ്ങനെ ഈ പിണറായിയും അടുത്ത ആളാര് എന്ന ദ്വന്ദ്വത്തിലേക്ക് പാർട്ടി എത്തിക്കാൻ യെച്ചൂരിക്ക് കഴിയുമോ? അങ്ങനെ വന്നാൽ പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ പിണറായി വിജയന്റെ ആധിപത്യം നഷ്ടപ്പെടുകയും കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കുന്നു കേരളത്തിലെ CPM പിണറായി വിജയൻ ഒഴിയണമെന്ന്. അങ്ങനെ ഒഴിയണമെന്ന് കേന്ദ്ര കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചാൽ പിണറായി വിജയൻ ഒഴിയേണ്ടി വരും, അല്ലെങ്കിൽ ശൈലി മാറ്റണമെന്ന് അവർ ആവശ്യപ്പെട്ടാൽ മതി. അതൊക്കെ ചെയ്യുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ അതിന്റെ ചില ലക്ഷണങ്ങൾ താഴെയും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു ലക്ഷണം എന്താ? P. ജയരാജൻ കണ്ണൂരിൽ ഒരു കൗണ്ടറാണല്ലോ P. ജയരാജൻ പാർട്ടിയുടെ. ജയരാജൻ ആർമിയൊക്കെ ഉള്ളത്, അദ്ദേഹത്തിനെ വല്ലാതെ വിമർശിച്ചു, എന്തിനാ വ്യക്തിപൂജയ്ക്ക്. പക്ഷെ അതിനേക്കാൾ എത്രയോ വലിയ വ്യക്തിപൂജയാണ് പിണറായി വിജയന് വേണ്ടി ഇവിടെ ഓരോരുത്തർ നടത്തണമെന്ന് ചോദിച്ചാൽ, അപ്പൊ ജയരാജന് പാടില്ല, പിണറായി വിജയൻ ആവാം എന്നേ ഉള്ളൂ. തിരുവാതിര കളി വരെ ഉണ്ടായില്ലേ, കാരണഭൂതൻ തിരുവാതിര കളി. അപ്പൊ കാരണഭൂതൻ തിരുവാതിര കളി ഇതുവരെ പിണറായി വിജയൻ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ. അത് ഇപ്പോഴും സൈറ്റിലുണ്ടല്ലോ, യൂട്യൂബിലുണ്ടല്ലോ, നമുക്ക് ഇവിടെ ഇട്ടാ കാണാം. ഇത്ര വൃത്തികെട്ട രൂപത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അത് ആസ്വദിച്ചുവെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് അപമാനമാണ് സത്യത്തിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വിശ്വസിച്ചിരുന്ന, അതിൽ പ്രവർത്തിച്ചിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് വലിയ അപമാനമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ജയരാജൻ പറഞ്ഞ കാര്യം വളരെ കൃത്യമല്ലേ. ശൈലജ ടീച്ചറെ തോൽപ്പിച്ചത് വടകരയിലെ ജനങ്ങൾ തന്നെയാണ്. എന്തിനാ അത്? മറ്റു പല കാരണങ്ങൾ ഉണ്ടാവാം. ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാം, ഷാഫി എന്ന നേതാവിനോടുള്ള താല്പര്യം ഉണ്ടാവാം, TP കേസ് ഉണ്ടാവാം. അതിനേക്കാൾ ഒക്കെ വിരുദ്ധം ഒരു കാര്യം ജയരാജൻ പറഞ്ഞതാണ്. എന്താ കാര്യം? ശൈലജ ടീച്ചർ കേരളത്തിൽ മുഖ്യമന്ത്രിയാവണം. അവർക്ക് അത്ര വലിയ ഇംഗ്ലീഷൊന്നും അറിയില്ല, നമ്മൾ കണ്ടതാണ്. നേരെ മറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശൈലജ ടീച്ചർ വരണം, ഒരു മന്ത്രിയെങ്കിലും ആകാൻ തയ്യാറായി. ശൈലജ ടീച്ചറെ ഒതുക്കി എങ്ങനെയെങ്കിലും ഡൽഹിക്ക് കയറ്റിവിട്ടാൽ ശൈലജ ടീച്ചറെ, രാധാകൃഷ്ണൻ, തോമസ് ഐസക്, അങ്ങനെ കുറെ ലിസ്റ്റ് ഉണ്ട്, വിജയരാഘവൻ, അവരൊക്കെ വിട്ടാൽ അവരവിടെ പോയിരുന്നോളൂ. പിന്നെ നിങ്ങളൊന്നും വലിയ ഉണ്ടാക്കില്ല. ഇവിടെ മുഖ്യമന്ത്രി ഞാൻ, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടപ്പെട്ടോ മരുവനോ ആരെങ്കിലുമൊക്കെ വരും, ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പൊ ആ വഴി അങ്ങ് വെട്ടി റെഡിയാക്കി വന്നതാണ്. അപ്പോഴാണ് ഈ ചക്രായുധം P. ജയരാജൻ പ്രയോഗിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി. ശൈലജ ടീച്ചറെ ജനങ്ങൾ തോൽപ്പിച്ചത് അവർ കേരളത്തിൽ നിൽക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ്. ഞാൻ ജയരാജനെ പൂർണ്ണമായും നിഷേധിക്കുന്നില്ല. അങ്ങനെ കുറെ ആൾ വടകരയിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം അല്ലെങ്കിൽ CPM ഇത്രയും വോട്ട് കിട്ടുന്ന സ്ഥലത്ത് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം ഈ ഷാഫി പറമ്പിൽ 1.25 ലക്ഷം വോട്ടിന് ജയിക്കണേ? ഇപ്പൊ ക്ലിപ്പിന്റെയോ അല്ലെങ്കിൽ മറ്റേ കാഫിയറോ ഒക്കെ നിൽക്കട്ടെ. അതിനേക്കാളൊക്കെ പ്രധാനം സത്യസന്ധമായി ഈ കാര്യം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ശൈലജ ടീച്ചർ മഹത്തായ എന്തെങ്കിലും കർമ്മം ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കണമെന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പിണറായി വിജയന്റെ പോലെയുള്ള ഒരു അഹന്ത അവർ കാണിക്കുന്നില്ല. അത് തന്നെയാണ് കാര്യം. അതുകൊണ്ടാണ് കോവിഡ് കാലത്ത് അവരെ മിണ്ടാൻ അനുവദിച്ചില്ലല്ലോ. അവരെ ബൊമ്മ പോലെ കൊണ്ടിരുത്തി അല്ലേ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയത്. 144 കാക്കകൾക്ക് ഭക്ഷണം കൊടുത്തു, 27 കോഴികൾക്ക് ഭക്ഷണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടല്ലേ. കോഴിക്ക് വെള്ളം വെക്കൂ, 1 മിനിറ്റ് തീറ്റ കൊടുക്കൂ എന്നൊക്കെ ഡെവല് 6 മണിക്ക് വന്നിരുന്ന് പറഞ്ഞ് നമ്മളൊക്കെ കേട്ട് വിട്ടുപോയത്. അങ്ങനെയാണ് ആളെ കോട്ട് ചെയ്തത്. പോട്ടെ. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശൈലജ ടീച്ചറുടെ സംഭാവന എന്താണെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും ഒരു ത്രെറ്റ് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചു.